സാർ നമുക്കൊന്ന് കാർഡ് എൻ്റെ കാര്യത്തിൽ ഞാൻ മനസ്സിലെന്തെങ്കിലും വിചാരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ എടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ഫയറിൻ്റെ ഇതുകൊണ്ടാണ്. താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ അറിയാതെ താങ്കൾ ആരോഗ്യം പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മളെ ഇനി എളുപ്പത്തിൽ ടാരോ പഠിക്കാം. അപ്പം ആരും ഇങ്ങനൊരു റിസ്ക് എടുക്കാറില്ല. കാര്യം കയറി 250 രൂപയ്ക്ക് ഇന്നവർ ആലപ്പുഴയിൽ ടാരോ റീഡിങ് ചെയ്ത് സ്വന്തം കാര്യം നിൽക്കുന്നുണ്ട്. സാർ ഇങ്ങനെ പൂജയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചാൽ ആരാ റീഡ് ചെയ്ത്. അപ്പോൾ എനിക്ക് ആളെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ എന്താ പറയുക, ഒരു പൂജ ഒന്ന് നടത്തി. അതായത് ഞാൻ ഈ ബ്രേസ്ലെറ്റ് കൊടുത്തു, 2 പേരുടെ ജീവിതത്തിൽ ഇതായി 5000 രൂപ പെട്ടെന്ന് ഇതാക്കാം. പക്ഷേ അങ്ങനത്തെ ഒരു ജീവിതം എന്തിനു ജീവിക്കുന്നു? സാർ നമുക്കൊന്ന് കാർഡ് എൻ്റെ കാര്യത്തിൽ ഞാൻ മനസ്സിലെന്തെങ്കിലും വിചാരിക്കണോ? തീർച്ചയായിട്ടും. കാരണം നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിലാണ് എന്തെങ്കിലും ഒരു ചോദ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഹെൽപ്പ് ചെയ്യാവുന്നത്. ശരി, ഓക്കെ. പറയുന്നുണ്ടോ എന്നോട്? എൻ്റെ മനസ്സിൽ വയ്ക്കുന്നുള്ളൂ. പറയണമെങ്കിൽ പറയാം. ഒരു കോണ്ടെക്സ്റ്റ് കിട്ടിയാൽ കാര്യങ്ങളൊക്കെ എന്ന് സ്മൂത്ത് ആവും. ഇതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കാര്യങ്ങൾ ഇന്ന് സ്മൂത്ത് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. അതായത് എന്താണ് ഇപ്പോൾ താങ്കളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നമുക്ക് അങ്ങനെ ഒരു ചോദ്യമാണ് ചോദിക്കാൻ പറ്റുന്നത്. നടന്ന് 4 പേര് പുറത്ത് നോക്കുമ്പോൾ എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെയല്ല, നമ്മൾ ആന്തരികമായിട്ട് ചോദിക്കുക എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ അറിയാനുള്ളത്, എവിടേക്കാണ് ഈ ദിശയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനത്തെ ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ആദ്യത്തെ ഒരു കാർഡ് എടുത്ത് ഇങ്ങനെ വെക്കുന്നത് പറയാം, എന്താണ് ഇപ്പോൾ താങ്കളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. താങ്കൾക്ക് വേണമെങ്കിൽ കാർഡ് എടുക്കണ്ട. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഹിസ് ലൈഫ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാർഡ് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പം നടക്കുന്നതിൽ എന്താണ് നമ്മൾ അറിയാത്തത്, അതായത് ആന്തരികമായിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അത് എപ്പോഴും താഴെയുള്ള കാർഡുകൾ അതാണ് ഇതാക്കുക. എന്ത് കാര്യത്തിനും ഒരു റീസൺ ഉണ്ടാവും, ഒരു പാസ്റ്റിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ കാർഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ കീ ഫാക്ടർ, ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്ന ആ കാർഡാണ്. എന്ത് കാര്യമാണ് ഇപ്പോൾ നമുക്ക് എന്താ പറയുക, എന്ത് ഗൈഡൻസ് ആണ് ടാരോ ഇപ്പോൾ തരുന്നത്, എവിടേക്കാണ് ഇങ്ങനെ പോകാൻ സാധ്യത എന്നുള്ളൊരു നമുക്ക് ഇത്രയും നോക്കാം. എന്താണ് ഇപ്പോൾ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ് എന്ന് പറയുമ്പോൾ, ഓ മൈ ഗാഡ്, നമ്മളെ കാർഡൊക്കെ നമുക്ക് പേജ് ഓഫ് വോൺസ് എന്ന് പറയുന്നൊരു കാർഡാണ് എന്നുള്ളത്. പേജ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ കാർഡ് ഇങ്ങനെ വെച്ചാൽ കാണാൻ പറ്റും. പേജ് ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വോണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫയറിൻ്റെ ഊർജ്ജമാണ്. പേജ് എന്ന് പറയുന്നത് റിസ്കിൻ്റെ ഊർജ്ജമാണ്. അപ്പോൾ താങ്കളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നത് വെച്ചാൽ താങ്കൾ കുറേ നാളായിട്ടൊരു പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പോൾ കുറേ റിസ്കുകൾ എടുക്കുന്നുണ്ട്. ആ റിസ്ക് എടുക്കുന്നതിൻ്റെ ഇതാണ് ഇപ്പോൾ താങ്കൾ നേരിടുന്ന ഒരു തീവ്രമായിട്ടുള്ള അഗ്നി എന്ന് പറയുന്നത്. അതായത് മുൻനേടിയ വിജയങ്ങൾ ഇതുകൊണ്ട് വലിയ റിസ്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ താങ്കൾ ഇപ്പോൾ ജീവിതത്തിലെ ഒരു പ്രശ്നം എന്ന് പറയുന്ന റിസ്ക് ആണ്. ഇതിൻ്റെ താഴെ എന്താണ് നമ്മളിപ്പോൾ താങ്കൾ വളരെ കോൺഷ്യസ് ആയിട്ട് അറിയാത്ത വെച്ചാൽ 7 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. സോർട്സ് എന്ന് പറയുന്ന എപ്പോഴും നമുക്ക് ഇതിൻ്റെ കാർഡാണ്, നമ്മുടെ മൈൻഡിൻ്റെ കാർഡാണ്. അപ്പോൾ 7 ഓഫ് സോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർഡ് എന്ന് പറയുന്നത് താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ അറിയാതെ താങ്കൾ ആരോഗ്യം പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മളെ ഈ ചീറ്റിങ്ങിൻ്റെ ഒരു കാർഡാണ് സോഡ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും വേണ്ടപ്പെട്ട വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഇതിൽ ചീറ്റിങ് നടക്കുന്നുള്ളതാണ്. താങ്കൾ പക്ഷെ ഒരു പ്രതലത്തിൽ അറിയുന്നില്ലെങ്കിലും എന്തുകൊണ്ടാണ് താങ്കൾ ഇത് ചെയ്യാൻ കാര്യം നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പ് എന്ന് പറയുന്നത് വികാരത്തിൻ്റെ കാർഡാണ്. വൈകാരികമായിട്ട് നമുക്കൊരു സന്തുലിതാവസ്ഥ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് എപ്പോഴും വെല്ലുവിളികൾ വേണം, പുതിയ കാര്യങ്ങൾ അറിയാത്തത് അറിയണം. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ എടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ഫയറിൻ്റെ ഇതുകൊണ്ടാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ നമ്മളിപ്പോൾ എന്താണ് അറിയേണ്ടത് ചോദിച്ചപ്പോൾ നൈറ്റ് ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ്. നൈറ്റ് ഓഫ് വോൺസ് എന്ന് പറയുന്നത് വീണ്ടും ഒരു ഫയറിൻ്റെ കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഫോക്കസിൻ്റെ കാർഡാണ്. ഇപ്പോൾ താങ്കൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് ഒരുപാട് ഇതുണ്ടെങ്കിലും താങ്കൾ ഒരു മേഖലയിൽ മാത്രം ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. ഫയറിൽ മാത്രമല്ല സെലിബ്രേറ്റ് ചെയ്യണം. കാരണം ഒരുപക്ഷെ ഇന്ന് താങ്കൾ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് പലരും ആഗ്രഹിക്കുന്നതാണ്. അതായത് ഇങ്ങനൊരു ഇത് നടത്തുക, നമ്മളിത് പലരും പല പ്രൊജക്റ്റും ചെയ്ത് പരാജയപ്പെടും. എത്ര ചാനലുകാരുണ്ട്, ആൾക്കാർ കാണുമെന്ന് നോക്കിയിരിക്കുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ എൻജോയ് ചെയ്യാണ് വേണ്ടത്. കാരണം ഇതൊരു ഭാഗ്യം കൂടിയാണ്. നമ്മളെ തലവേദന എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ബസ് ഓടിക്കുന്നു, ബസ്സിൽ തിരക്ക് എന്ന് പറയുമ്പോൾ തിരക്ക് ഇതുണ്ട്, പക്ഷേ അതിനാണത് ഓടിക്കുന്നത്. അപ്പോൾ അതേപോലെ ഇതിലാണ് കാണുന്നത്. എന്താണ് ഇപ്പോൾ നൽകുന്ന നിർദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വന്നത് ടവർ എന്ന് പറയുന്ന ഒരു കാർഡാണ്. ടവർ എന്ന് പറയുന്ന അപ്രതീക്ഷിതമായിട്ടൊരു തിരിച്ചടിയുടെ ഒരു കാർഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ഫൗണ്ടേഷൻസ് സ്ട്രോങ് ആണെന്ന് നോക്കണം. ഫൗണ്ടേഷൻസ് സ്ട്രോങ് അല്ലെങ്കിൽ നമ്മളൊരു മിനാര മുകളിൽ പൊട്ടെന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇപ്പോൾ തരുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് മാത്രമല്ല ചില കയോസ് എന്ന് പറയുന്നത് നല്ലതാണ്.
കാരണം വെച്ചാൽ തകർച്ചയിൽ നിന്നാണ് നമുക്ക് പുതിയത് വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ പ്രകൃതിയുടെ നിയമം തന്നെ അതാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി താങ്കൾക്ക് പറയുന്നത് വെച്ചാൽ ഒരു അപ്രതീക്ഷിത തിരിച്ചടി അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിലും അത് താങ്കൾക്ക് കുറച്ച് വേദനാജനകമായിട്ടുള്ള ഇതിലേക്കാണ് പോയി ഇതാക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ പറ്റും. എവിടേക്കാണ് നമ്മൾ ഒരു പോകുന്നത് ചോദിച്ചപ്പോൾ കിങ് ഓഫ് പെൻറ്റക്കിൾസിലേക്കാണ് പോകുന്നത്. അതായത് പണത്തിൻ്റെ ഒരു ഇതിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു തിരിച്ചടി ഇതെല്ലാം നടക്കുന്നതെന്ന് പറയുന്നത് ഒരു ഭാവിയിലൊരു ധനാഗമന ഇതിലേക്കാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇതെല്ലാം താങ്കളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, ആത്മീയമായിട്ടൊന്നുമല്ല. കാരണം ആത്മീയ കാർഡ് ഒന്നുമില്ല. ഇതിന് നമുക്ക് എങ്ങനെയെന്ന് അറിയാൻ പറ്റുമോ? ഈ 7 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും നേരിടുന്ന ഒരു ഇതാണ്. അതായത് നമ്മളൊരു വിജയം നേടിക്കഴിഞ്ഞാൽ അത് കുറച്ച് പേര് അതിൽ നിന്ന് കുറച്ച് കട്ടു, അത് കോമൺ ആയിട്ടുള്ളൊരു ഇതാണ്, സ്വാഭാവികമാണ്. നമ്മളതിനെ ചിരിച്ചുകൊണ്ട് കളഞ്ഞുകളെ അറിഞ്ഞാലും മിണ്ടാതിരിക്കും. ഇത് എന്താ പറയുക, ആ ഒരു യാത്രയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഇതാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിനുള്ളിൽ വരുന്ന കുറേ നെഗറ്റീവ് ഫീലിങ്സ് ആണ്. അതായത് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുമോ, എന്നെ കൂടെ സാധിക്കുമോ എന്ന് പറയുന്ന ഒരു ഇതിലേക്കാണ്. പക്ഷെ അതൊക്കെ എല്ലാം ആത്യന്തികമായിട്ടൊരു ജീവിതത്തിൻ്റെ ഘട്ടമാണ്. മനസ്സിലായി. ഈ കാർഡിനകത്ത് ഞാൻ അന്ന് മറ്റേ ഞാൻ ഒരിക്കൽ ഒരു വിദേശിയോടൊപ്പം ഇത്ര ടാരോ വെച്ച സമയത്ത് ഈ ഒരു പ്രശ്നം പറഞ്ഞ് പിന്നീട് ഞാൻ രണ്ടാമത് ചോദിക്കുമ്പോൾ വീണ്ടും കാർഡ് വെച്ചിട്ട് കാർഡ് എടുത്ത് അതിൻ്റെ പരിഹാരം അല്ലെങ്കിൽ അതിൻ്റെ കാരണം പറഞ്ഞിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്, അതിൻ്റെ കാരണം അറിയാമോ എന്ന് ചോദിച്ചത്. അതെന്ന് വെച്ചാലേ ഒരു പക്ഷേ അത് മേജർ ആർക്കാനേക്കാടായിരിക്കും. കാരണം മേജർ ആർക്കാനേക്കാടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ ടവർ എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിത തിരിച്ചടിയുടെ ഇതിലേക്ക് പോകുന്നുണ്ടോ, ഇത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ചോദിക്കാം. കാരണം മൈനർ ആർക്കാന നമ്മൾ പിന്നെ എക്സ്പ്ലനേഷൻ ചെയ്യാറില്ല. ഈ മേജർ ആർക്കാനേക്കാട് വരുമ്പോൾ മാത്രമേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ഇത് സ്പിരിച്വൽ ലെസൺ ആണ്. അപ്പൊ അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഓരോരുത്തർക്കും ഒരു കാർഡുകളായിരുന്നില്ലല്ലോ. അപ്പോൾ അൾട്ടിമേറ്റ്ലി അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ അവര് പഠിപ്പിച്ച ഇതെന്ന് പറയുന്നത് ഇതും 10 ഓഫ് സോർട്സ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. അതായത് നേരത്തെ 7 ഓഫ് സോർട്സിന്റെ ഒരു അടുത്ത സ്റ്റേജാണ് 10 ഓഫ് സോർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, ചിലപ്പോൾ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ താങ്കളിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ ചില ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ റൂട്ടഡായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ചില ബ്രാഞ്ചുകൾ കട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നമ്മുടെ എനർജി ചില ഇതിലേക്ക് മാത്രമായിട്ട് കൊണ്ടുവരേണ്ടി. അതെ. അങ്ങനെയാണ് നമുക്കിപ്പോൾ ഒരു ഓവറോൾ ഇതായിട്ട് കിട്ടുന്നത്. പക്ഷേ ഇതെല്ലാം നമ്മുടെ എന്താ പറയുക, ലൈഫ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. അങ്ങനെ കണ്ടാൽ മതി. നമ്മൾ മൈൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്നൊരു ഗെയിമുണ്ട്. അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഇറങ്ങിയിട്ട് അയാൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഈ ലോകത്ത് ഇറക്കി വിട്ടിരിക്കുന്നത് ഇവിടെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണ്. ഈ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ അനുഭവങ്ങൾ തന്നെയാണ് നമ്മളെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സ്പിരിറ്റിലാണ് ഇത് കാണേണ്ടത്. ഇപ്പം ഞാൻ തന്നെ ഓർക്കുന്നു, ഈ 99 വേൾഡ് കപ്പ് നടക്കുന്ന സമയത്താണ് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ അച്ഛൻ മരിച്ചു വന്നത്. അദ്ദേഹം 2-3 ദിവസത്തെ ഗ്യാപ്പിൽ ഇന്ത്യയിൽ വന്ന് പിറ്റേന്ന് വന്ന് ഇംഗ്ലണ്ടുമായിട്ട് കളിയുണ്ട്. എന്നാൽ അദ്ദേഹത്തോട് കളിക്കേണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം ഓപ്പണായിട്ട് ഇറങ്ങി സെഞ്ചുറി അടിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ഈ സെഞ്ചുറി എൻ്റെ അച്ഛൻ മുകളിൽ ഇത് കാണുന്നുണ്ട്, ഇന്ന് ഞാൻ കളിച്ചില്ലെങ്കിൽ അത് ഇതായി പോകുന്നു. അതേപോലെ അല്ല, പിന്നിൽ നിന്ന് കുത്താനും ചതിക്കാനും ഒക്കെ ആരെങ്കിലും ഉണ്ടാകുന്നത് നല്ലതാണ്. അത് ഒരു നിയമമാണ്. ഇപ്പം നമ്മൾ തന്നെ കർഷകനാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളത് കൃഷി ചെയ്യുന്നു, അതിൽ കുറേ ഇത് പോകും, കുറേ പക്ഷികൾ തിന്നും, കുറേ കേടായി പോകും. അതൊരു നേച്ചറിൻ്റെ ഇതാണ്. അത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണ്. താങ്ക് യു ഫോർ ആസ്കിങ്. റീഡിങ് വളരെ റയറായിട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് സന്തോഷം. ഇനി കുറച്ച് ചോദ്യങ്ങൾ കൂടിയുണ്ട് പുസ്തകത്തെ പറ്റി. ഇതില് ടാരോ ഇനി എളുപ്പത്തിൽ ടാരോ പഠിക്കാം. അപ്പം ആരും ഇങ്ങനൊരു റിസ്ക് എടുക്കാറില്ല. കാര്യം കയറി 250 രൂപയ്ക്ക് നമുക്ക് കിട്ടേണ്ടത് വലിയ കോഴ്സ് ഫീസ് ഒഴിവാക്കി പുസ്തക രൂപത്തിൽ ടാരോ പഠിക്കാൻ ഒരു പാഠപുസ്തകം കൊടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ ആരും ചെയ്യാറില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പലരെയും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അങ്ങയുടെ അടുത്തുനിന്ന് ടാരോ പഠിച്ചവർ, യൂട്യൂബ് നോക്കി ടാരോ പഠിച്ചവർ, അങ്ങനെയൊക്കെയുള്ളവരുണ്ട്. അപ്പോൾ ഈ ഒരു പുസ്തകം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതാം എന്ന് തീരുമാനിച്ചത്? താങ്ക് യു രോഹിത്. ഞാൻ ഒരിക്കലും ഒരു പുസ്തകം എഴുതുന്നത് വിചാരിച്ച ഒരാളല്ല. ഞാനൊരു എഴുത്തുകാരനുമല്ല. ഇത് ഒരു നിമിത്തം എന്ന് പറയുന്ന സംഭവമാണ്. 2024 ജൂലൈയിലാണ് എനിക്കൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുന്നത്. അതായത് എൻ്റെ കോഴ്സിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അന്ന് ഞാനൊരു 5 ദിവസത്തെ ടാരോ ക്ലാസ്സാണ് ബേസിക്കായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ അറിഞ്ഞു കൊടുത്തു. അപ്പോൾ ആ മെസ്സേജിൽ തിരിച്ചറിയുന്ന ടെക്സ്റ്റ് ചെയ്തിട്ട് പറഞ്ഞ കുട്ടി, സാർ എനിക്ക് കേൾവി ശക്തി ഇല്ലാത്ത ആളാണ്, വളരെ ചെറുതായിട്ട് കേൾക്കുള്ളൂ, സാറിൻ്റെ നോട്ട്സ് ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പം അന്ന് എൻ്റെ നോട്ട്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ്. കാരണം ടാരോയുടെ എല്ലാ ബുക്കും ഇംഗ്ലീഷിലാണ് വരുന്നത്. അപ്പോൾ നമ്മളത് തർജ്ജിമ ചെയ്ത് ഇംഗ്ലീഷ് ഞാൻ വായിച്ച് തർജ്ജിമ ചെയ്യാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ലെക്ചർ ചെയ്യുന്ന മെത്തേഡാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. എനിക്കിത് ഭയങ്കര വിഷമം. അപ്പോൾ ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു, ഞാനൊരു ബുക്ക് മലയാളത്തിൽ എഴുതുന്നുണ്ട്, എഴുതിയിട്ട് നിങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞു. താങ്ക് യു സാർ എന്ന് പറഞ്ഞ കുട്ടി. പിന്നെ എല്ലാ മാസവും ഈ കുട്ടി മെസ്സേജ് ചെയ്ത് വയ്ക്കും, സാർ എന്തായി ബുക്ക് എന്തായി. അപ്പോൾ ഞാനിങ്ങനെ എക്സ്ക്യൂസ് പറയണം. അപ്പോൾ ഞാൻ ഡിസംബർ ആകുമ്പോഴേക്കും ഇതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.
എൻ്റെ നോട്ട്സുകളും കാര്യങ്ങളൊക്കെ. പക്ഷെ എനിക്ക് ആത്മവിശ്വാസമില്ല. അപ്പം അന്നൊരു നമ്മുടെ സ്റ്റുഡൻ്റ് ഒരു മലയാളം ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കൊണ്ട് വായിപ്പിച്ച് അവർ എഡിറ്റ് ചെയ്തപ്പോൾ ഇതിൽ ഞാൻ ഇറങ്ങിപ്പോയി. എൻ്റെ ഭാഷയൊക്കെ മാറി. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ വീണ്ടും ഞാനിത് എഴുതാൻ തുടങ്ങി. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ മാർച്ച് മാസമായപ്പോൾ ഈ കുട്ടിയുടെ ഇതിലൊരു നിരാശബോധം തോന്നി തുടങ്ങി. കാരണം ജൂലൈ തൊട്ട് ചോദിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ബുക്ക് ഇറങ്ങി. പിന്നെ ഞാൻ ഒരു 40 ദിവസം ഇരുന്ന് ഇത് ചെയ്ത് ശരിക്കും ഈ ബുക്ക് ഞാനിത് പറയുമ്പോൾ ഇതാ കുട്ടിക്ക് കേൾക്കാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട്. കാരണം ആ കുട്ടിക്ക് അപ്പോൾ പക്ഷേ പറഞ്ഞു കൊടുക്കട്ടെ. പക്ഷേ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ആ കുട്ടി മെസ്സേജ് ചെയ്ത് ബുക്ക് വായിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ബുക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയതാണ്, നിങ്ങളാണ് അതിൻ്റെ വല്ല പ്രചോദനം. ഈ ഒരു പുസ്തകം വായിച്ചാൽ ടാരോ റീഡിങ്ങിന്റെ ബേസിക്സ് തീർച്ചയായിട്ടും. കാരണം പലപ്പോഴും നമ്മൾ ടാരോ തുടങ്ങുന്നത് ഒരു പുസ്തകത്തിൽ നിന്ന് തന്നെയാണ്. പക്ഷേ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരുന്നത് ടാരോയ്ക്ക് 2 ലെവലുണ്ട്. ഒന്ന് കാർഡുകളുടെ അറിവ്, വായിക്കാനുള്ള ഒരു ഇത് എന്ന് പറയുന്നതാണ് നമ്മളൊരു ഗുരുവിൽ നിന്ന് പഠിച്ചെടുക്കുന്നത്. അതാണ് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ പ്രധാനമായിട്ട് നടക്കുന്നത്. കാരണം വെച്ചാൽ കൺഫ്യൂഷൻ വരുമ്പോൾ ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ്. കാരണം 78 കാർഡുകളിൽ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ജീവിതം ജീവിക്കാൻ ഇത് പഠിക്കണോ വേണ്ടയോ എന്ന് ഇത് വായിച്ചു നോക്കിയിട്ട് തീർച്ചയായിട്ടും ബുക്ക് വളരെ ഇതാണ്. ഓൺലൈൻ ഷോപ്പിൽ അതാണ് കാരണം ഞാൻ പ്രദീപ് സാറിന്റെ പുസ്തകം ലഭ്യമാണ്, ആവശ്യക്കാർക്ക് വാങ്ങി വായിക്കുക. ഇതൊരു പ്രൊമോഷൻ ഒന്നുമല്ല. ഞാൻ എന്തായാലും ഇത് സാറിനോട് ചോദിച്ചോണം, സൈൻ ചെയ്ത് വാങ്ങുന്നുണ്ട്. ഇതൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണല്ലോ എന്തായാലും. ഓക്കെ, അപ്പം പുസ്തകം ഇന്ദുലേഖ ബുക്സിന്റെ ഓൺലൈൻ പോർട്ടലിൽ ലഭ്യമാണ്, ആവശ്യക്കാർക്ക് വാങ്ങാം. 250 രൂപയാണ് ഇതിന്റെ വില എന്ന് പറയുന്നത്. ഇനി ഒരു ചോദ്യം കൂടി, സാർ തന്നെ കഴിഞ്ഞ തവണ പറഞ്ഞു ഒരുപാട് പേര് ആ ബാക്കിന് ഇന്റർവ്യൂ കഴിഞ്ഞ് സാറിനെ വിളിച്ചിരുന്നു എന്ന്. ആർക്കൊക്കെ സാറിനെ വിളിക്കാം? വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ തന്നെ ഇപ്പം ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഫോൺ സൈലന്റ് മോഡിലാണ്. ഇപ്പം ആര് വിളിച്ചാലും എടുക്കാൻ പറ്റില്ല. എൻ്റെ 2 ഫോണുകളും. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ഡ്രൈവ് ചെയ്യാണ്, ആ സമയത്ത് നമുക്കാരും വിളിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒന്നതിലിപ്പോൾ വൃദ്ധരായിട്ടുള്ള പാരൻസ് ഉണ്ട്, അവരെ നോക്കാനുണ്ട്. അപ്പോൾ വിളിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് അതിൻ്റെ റെസ്പോൺസ് ഞാൻ ഏറ്റവും സൗകര്യം എന്ന് പറയുന്നത് അതാണ്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും, ഞാൻ നിങ്ങൾ ഇതാക്കാം. ആർക്ക് വേണ്ടി ഇപ്പോൾ എനിക്ക് വേണ്ടി ടാരോ വെച്ചപ്പോൾ സാർ പറഞ്ഞത്, ഞാൻ കുറേ നാളായി രൂപത്തെ ആർക്കെങ്കിലും വേണ്ടി വെച്ചിട്ട് സാറ് കൺസൾട്ടേഷൻ എടുക്കുന്നില്ല, പഠിപ്പിക്കൽ മാത്രം ഇല്ല. കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് നമ്മളെ മേഖലയിൽ, ഇനി നമ്മുടെ ആവശ്യമില്ല. ഓക്കെ, ഞാൻ വേറൊരു സംശയം കൂടി ചോദിക്കട്ടെ. പലരും പറയുന്ന ഒന്നാണ്, ഇപ്പോൾ ഇത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇത് അവരുടെ ഉപജീവനമല്ലേ, ബാക്കിയുള്ളവർക്ക് എന്താണ് പ്രയോജനം? ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് ഉപജീവന മാർഗം ഉണ്ടായിട്ടുണ്ട് ഇത് പഠിച്ചതുകൊണ്ട്. അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത്? ഇത് ചെയ്യുന്നവർ ഇത് ഉപജീവനത്തിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് എന്ന് പറയുന്നവരോട്. ഉപജീവനമല്ലേ എന്ന് എനിക്ക് തിരിഞ്ഞില്ല, ഒന്നുകൂടി ചോദിക്കാം. ഐ മീൻ ചിലർ പറയാറുണ്ട്, ഇപ്പോൾ ഈ കൺസൾട്ടിങ് എടുക്കുന്നവരുണ്ടല്ലോ, അവർക്ക് മാത്രം പ്രയോജനമുള്ളൂ, ഇത് പൈസ കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് മാത്രമേ പ്രയോജനമുള്ളൂ, പൈസ കൊടുക്കുന്നവർക്ക് ഒരു പ്രയോജനം ഇല്ല എന്ന് പറയുന്ന കുറേ പേരുണ്ട്. എല്ലാത്തിനും നെഗറ്റീവ് പറയുന്നവരുണ്ടല്ലോ. അതായത് രോഹിത്, ഇപ്പോൾ നമ്മളാരോടൊന്നും പറയുന്നില്ലല്ലോ. ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്തതുകൊണ്ടാണ്. ടാരോയിലൂടെ മറുപടി കിട്ടും എന്ന വിശ്വാസം കൊണ്ടാണ്. നമ്മൾ വഴി പോകുന്ന ആരെയും വിളിച്ചിട്ട് വാ എനിക്ക് കാശ് തരൂ എന്ന് പറയുന്നില്ല. ഇവിടെ എല്ലാം ഇതുണ്ട്. അപ്പോൾ നമ്മൾ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉപജീവനമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉപജീവനം തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ രാത്രി 2 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് ഇറങ്ങുന്നു, പുറത്തൊരു ഓട്ടോ ഉണ്ടെങ്കിലല്ലേ പോകാൻ പറ്റും. അദ്ദേഹത്തിന് കൂടുതൽ കാശ് ചോദിക്കും. എന്തുകൊണ്ട്? അദ്ദേഹം ഭാര്യയും മക്കളെയും വിട്ടിട്ട് രാത്രി റിസ്ക് എടുക്കുകയാണ്. ഉപജീവനമല്ലേ എന്ന് ചോദിക്കും. പക്ഷെ അവിടെ ഒരു സേവനം കൂടിയുണ്ട്. ആ വ്യക്തി ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റേഷൻ്റെ അവിടെ ഇരിക്കണ്ടേ? അതേപോലെ തന്നെ ഇതെല്ലാം ഒരു സേവനം എന്ന് പറയുന്നൊരു സംഭവം കൂടിയുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു ടീച്ചറിനെ ഒരു പേര് പറയുന്നതിൽ കുഴപ്പമില്ല, ഞാൻ പേര് പറയുന്നില്ല. അവർ വളരെ ഒരു ക്യൂരിയസ് കേസാണ്, പറയാലോ അല്ലേ? ഉറപ്പായിട്ടും സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. അതായത് ഇവരെന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 2ാമത് വിവാഹിതയാണ്. ഇവർക്ക് 6 വയസ്സുള്ളപ്പോഴാണ് ഇവർ 2ാമത് വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിച്ച ആൾക്കും 6 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. 2 പെൺകുട്ടികളാണ്, ഒരേ പ്രായത്തിലുള്ള കുട്ടികളാണ്. ഇവർ വിളിച്ച സമയത്ത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 2 വർഷമായിട്ട് ഭർത്താവ് ഇവരുടെ റെൻ്റ് അടയ്ക്കുന്നില്ല. അപ്പോൾ സാധാരണ 5-6 മാസം കൂടി ഒരുമിച്ച് അടയ്ക്കുന്നതുകൊണ്ട് പിന്നെ പലചരക്കിൽ ഇത് കൊടുക്കുന്നില്ല. അങ്ങനെ ഇവർ പോലീസിൽ പരാതി കൊടുക്കുകയാണ്, ഭർത്താവ് ഇതാക്കുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ ഭർത്താവ് എന്ന് പറയുകയാണ്, ഞാനൊരു ഡിവോഴ്സ് ചെയ്തതാണ്. ഇവരറിഞ്ഞിട്ടേ ഇല്ല. ഇവർ ഡിവോഴ്സ് ഇവരിനെ അറിഞ്ഞിട്ടില്ല. അതായത് ഫേക്ക് അഡ്രസ്സിൽ കൊടുത്ത്, അപ്പോൾ നോട്ടീസ് അയക്കുമ്പോൾ വാങ്ങുന്നില്ല. അപ്പോൾ എക്സ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആൾ ജയിലിൽ പോയിട്ടോ. പക്ഷെ ഇവർ വിളിക്കുന്ന സമയത്ത് ഭീകരമാണ്. 2 വർഷത്തെ റെൻറ്റ് കൊടുക്കാനുണ്ട്, പലചരക്ക് കൊടുത്തിട്ടില്ല. ഇവരൊരു ട്യൂഷൻ ടീച്ചറാണ്, ചെറിയൊരു വരുമാനമുള്ളൂ. അങ്ങനെയാണ് ഒരു ടാരോയിലേക്ക് വരുന്നത്. ഇന്ന് അവർ ആലപ്പുഴയിൽ ടാരോ റീഡിങ് ചെയ്ത് സ്വന്തം കാര്യം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വെളിച്ചമായി അവരെ പോലെ വേദനിക്കുന്നവർക്ക്
ഒരു പരിഹാരം എന്നുള്ള രീതിക്കാണ് ചെയ്യുന്നത്. അവരിലൂടെ പലർക്കും പരിഹാരം. അതെ തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 200-250 പേര് ഇത് വീട്ടിലിരുന്നുകൊണ്ട് ഒരു ഉപജീവനത്തിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു തൊഴിൽ മേഖലയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിന് എത്തിക്സ് എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഞാൻ തുടക്കം തന്നെ പറയാറുണ്ട്, ധാർമ്മികത എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൽ വരുന്ന ആരെയും നമുക്ക് എളുപ്പത്തിൽ പറ്റി ധാർമ്മികത ഇല്ലാതെ ചെയ്യുന്നതൊന്നും അധികകാലം നീണ്ടു നിൽക്കില്ല എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതെ അത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ വേറൊരു ഉദാഹരണം കൂടിയുണ്ട് ഉറപ്പായിട്ട് പറയാം. അതായത് ഇവരൊരു എന്താ പറയുക ഡിവോഴ്സ് ആയിട്ടുള്ള ടീച്ചറാണ്. 41 വയസ്സ്, ടീച്ചറല്ല ഒരു സ്റ്റാഫാണ്. രണ്ടാമത് വിവാഹത്തിന് നോക്കുന്നുണ്ട്. 1-2 വർഷമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെന്നോടൊന്ന് പറയുന്നത് വെച്ചാൽ ഇവരൊരു 1-4 വർഷം മുമ്പ് ഒരു ടാരോ റീഡിങ് ചെയ്തു തന്നു. ടാരോ റീഡിങ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ബ്ലോക്കേജ് ഉണ്ട്, നിങ്ങൾ ഈ ബ്രേസ്ലെറ്റ് ഇല്ലേ ഇതേപോലത്തെ ഒരു ബ്രേസ്ലെറ്റ് ഇടണമെന്ന് പറഞ്ഞു. ഇവരിടാമെന്ന് പറഞ്ഞു. 4000 രൂപ എന്നും പറഞ്ഞു. ബ്രേസ്ലെറ്റ് ഒരു വർഷമായിട്ട് ഇവർക്കൊന്നും നടക്കുന്നില്ല. അവർ വീണ്ടും കോൺടാക്ട് ചെയ്ത് ടാരോ റീഡർ. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ബ്ലോക്കേജ് ഉണ്ട്, ഒരു പൂജ നടത്തണം, എത്ര രൂപ പറഞ്ഞു, ഞാൻ തന്നെ നടത്തി തരാമെന്നും പറഞ്ഞു. ഈ സമയത്ത് തന്നെ ഇവരെന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഇവർ ചോദിക്കുന്നത്, സാർ ഇങ്ങനെ പൂജ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ചോദിച്ചാൽ ആരാ റീഡ് ചെയ്തത്? അപ്പോൾ എനിക്ക് ആളെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ എന്താ പറയുക ഒരു പൂജ നടത്തി ഇത് സംഭവമില്ല. മാത്രമല്ല ഇതുപോലത്തെ ബ്രേസ്ലെറ്റ് ഇട്ടാൽ ഇതാവില്ല. ഇതിൻ്റെ എന്താ വെച്ചാൽ പ്രായോഗിക തലത്തിൽ അങ്ങനെ പറ്റിക്കുന്ന കുറേ ആളുകളുണ്ട്. എസ്പെഷ്യലി പരിഹാരം, നമ്മൾ തുടക്കം പരിഹാര മാർക്കറ്റ് എന്ന് പറയുന്നത്, ഞാൻ ടാരോ പഠിക്കുമ്പോഴും എൻ്റെ മെൻറ്റർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് പരിഹാര മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മളെന്താ പറയുക ഈവിനെ പറ്റിച്ച സർപ്പൻ്റ് മാതിരിയാണ്. ടെംപ്റ്റേഷനാണ്. വളരെ എളുപ്പമാണ്. ഒരാളെ കൺസൾട്ടേഷൻ വിളിക്കുന്നു, 2 കഥ പറഞ്ഞാൽ മതി. അതായത് ഞാൻ ഈ ബ്രേസ്ലെറ്റ് കൊടുത്തു, 2 പേരുടെ ജീവിതത്തിൽ ഇതായി, 5000 രൂപ പെട്ടെന്ന് ഇതാക്കാം. പക്ഷേ അങ്ങനത്തെ ഒരു ജീവിതം എന്തിനു ജീവിക്കുന്നു? അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു റെസ്പോൺസിബിലിറ്റി എടുക്കുക. അപ്പോൾ നമ്മളാണ് നമ്മുടെ പ്രശ്നത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി. അതിനനുസരിച്ചിട്ട് നമ്മൾ മാറുമ്പോൾ നമുക്ക് ആ റിസൾട്ട് കിട്ടും. ശരി, ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു ശാസ്ത്രീയ വശം എനിക്ക് തോന്നുന്നത്, ഒരു ബ്രേസ്ലെറ്റ് ധരിക്കുക അല്ലെങ്കിൽ ഒരു പൂജ ചെയ്യുക, അപ്പം നമ്മുടെ മനസ്സിലാണ് ഇത് ചെയ്തിട്ടുണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയും പിന്നീട് ആ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. അല്ല, ചെറിയ രീതിക്ക് കുഴപ്പമില്ല. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഒരു ബ്രേസ്ലെറ്റ് 400 രൂപയ്ക്ക് ആമസോണിൽ കിട്ടും. അല്ല, അത് ഒറിജിനൽ അല്ല, ഇത് ഒറിജിനൽ ആണെന്നാണ് അവർ പറയുന്നത്. അതെ അതിനെ പറ്റി നമ്മൾ തർക്കിക്കുന്നില്ല. എനിക്കറിയില്ല, എന്തായാലും ഞാനിതൊന്നും പണം കൊടുത്ത് വാങ്ങുന്നതല്ല. അല്ലല്ല, ഞാൻ പറഞ്ഞതാണ്. അങ്ങനെയും പരിഹാര മാർക്കറ്റാണ് ഇതെന്ന് പറയുന്നത്. ഇതിനെല്ലാം വിവിധ തലങ്ങളിലും കൂടെ കാണുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യുന്നല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ മേഖലയിലേക്ക് വന്ന് വളരെ യാദൃശ്യമായിട്ടാണ്. ഞാനൊരു കോളേജ് അധ്യാപകനായിരുന്നു. ഞാൻ അതിൽ ചെയ്യുന്നതാണ് വിചാരിച്ചിരുന്നത്. കോവിഡാണ് എൻ്റെ ജീവിതം മാറ്റിയത്. അതിനിടയ്ക്ക് വൃക്കമാറ്റി വെച്ച കൂടിയോ വന്നപ്പോൾ നമ്മളൊരു ക്ലാരിറ്റി ഇല്ലാതെ വന്നപ്പോൾ ഇതുപോലെ ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ, അവരിലേക്ക് ഇത് എങ്ങനെ എത്തിക്കാം. ഇന്ന് ഞാൻ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെ ഇതിലൂടെ ആളുകൾക്ക് വ്യക്തത കൊടുക്കാം, ലക്ഷ്യബോധം കൊടുക്കാം, ആ ഒരു ഇതിലാണ്. എന്നത് പറ്റാണ്ടാവുന്നു അന്ന് ഞാൻ ഈ പണി നിർത്തും. അല്ല, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതൊരു ഇതാണ്. അല്ലാതെ നമുക്കിതൊരു കച്ചവടവൽക്കരിച്ച് ഇതാക്കാൻ താല്പര്യമില്ല. മനസ്സിലായി. ഓക്കെ, എന്തായാലും കുറച്ച് സമയം സാറുമായിട്ട്, പ്രദീപ് ഹരിഹരൻ സാറുമായിട്ട് സംസാരിക്കാൻ സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഇൻഡെപ്തിൽ പോകാൻ സാധിച്ചു, പുസ്തകത്തെ പരിചയപ്പെടാൻ സാധിച്ചു. വളരെ സന്തോഷം ഈ ബാക്ക് മീഡിയയ്ക്ക് എന്നെ വിളിച്ചതിനും രണ്ടാമത്തെ അവസരം തന്നതിനും, മാത്രമല്ല വളരെ ഒരു തുറന്ന ചർച്ച നടത്തിയതിനും, ഒരുപാട് ടാരോയുടെ മിത്തുകൾ കുളിക്കാൻ പറ്റിയതിനും നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.